കൊണ്ടൊരു മേൽക്കൂര. എന്റെ തങ്കച്ചേട്ടത്തി, ഈ വീട് മാറാലേക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുവാണോ? വല്ലപ്പോഴും ഒന്ന് അടിച്ചു വരണ്ടേ? 2 പെണ്ണുങ്ങളുള്ള വീടാ. മാറാല കൊണ്ട്. എന്നാലും ഈ അമ്മാവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ. പക്ഷെ സാധാരണ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പ്രശ്നം ഉണ്ടാക്കാത്തല്ലേ? പിന്നെ അരി അടപ്പത്തിട്ടായിരുന്നു. ചെമ്പയാണോ വെള്ളയാണോ ഇട്ടെ? ചെമ്പ. അതെ, വേവ് കൂടുതലാണേ, നോക്കണേ. അമ്മ ഡാഡി ഒന്ന് വിളിച്ചു നോക്ക്. അതിനല്ലേ വിളിച്ചോണ്ടിരിക്കണത്, ഫോൺ എടുക്കണ്ടേ? ഡാഡി തന്നെ എടുക്കണില്ലേ? ഓ എടുക്കണില്ല, വലിയ ഹിന്ദിക്കാരനായി പോയില്ലേ. എന്താണ്ട് അയച്ചിട്ടുണ്ടെന്ന് തോന്നണല്ലോ. ഇതെന്തത്? മീറ്റിംഗിലാണ് പിന്നെ വിളിക്കാന്ന്. ഹിന്ദി. വാപ്പസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മപ്പാസ് നോക്കുവാണെങ്കിൽ പുളിശ്ശേരി ഉറപ്പായിട്ടും വെക്കണം കേട്ടോ. ഒത്തിരി നാളായി മപ്പാസ് കെട്ടിയിട്ട്. എന്റെ റൊണാൾഡോ 10 പൊറോട്ടയും സാമ്പാറും ഇപ്പോഴല്ലേ തിന്നത്? 10 ഉണ്ടായില്ലേ? 9 ഒരെണ്ണം പഞ്ചായത്ത് ഇവള് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണെങ്കിലും 9 ആണെങ്കിലും 10 ആണെങ്കിലും തിന്നില്ലേ? വയറ് നിറഞ്ഞില്ലേ? അവിടെ ഒരു മനുഷ്യൻ ഇടി കൊള്ളോന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ അമ്മാവൻ. ചേട്ടത്തി, ഈ രാമേന്ദ്രൻ എന്ന് പറയുന്ന ആള് വലിയ പ്രശ്നക്കാരനാ. പക്ഷെ എന്റെ ആയിരിക്കും, ഞാൻ ഈസി ആയിട്ട് ഡീൽ ചെയ്തത്. എന്നെ ഏൽപ്പിക്കാൻ പറ. വേണ്ടാത്ത വേണ്ട. പണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് കൊടുത്തത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അതിപ്പോ ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമില്ല, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇപ്പം ഒരു കാര്യം പറഞ്ഞ് അതിനകത്ത് മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞ് അങ്ങനെ നമ്മൾ ഏർപ്പാടാക്കി. നമ്മൾ ഈ അടിയും കുടിയൊക്കെ കൊണ്ട് നടക്കുന്നവരില്ലേ. അത് പുള്ളിക്കാർ ഈ കാര്യത്തിൽ പുതുമയുള്ള ആളാ, വലിയ പരിചയമില്ലാത്തതിൻ്റെ ഒരു പറ്റിയതല്ലേ. ഞാൻ മാപ്പ് പറയുന്നവരാണല്ലോ. പപ്പടം കാച്ചാൻ മറന്നുപോയാലേ. അരിയോ ഒന്നുമില്ലേ മുത്ത്, നിനക്ക് വല്ലപ്പോഴും ഈ വീടൊന്ന് വൃത്തിയാക്കി കൊണ്ട് കടന്നൂടെ? നിന്നെ നാളെ ഒരുത്ത പെണ്ണ് കാണാൻ വരുമ്പോ ഈ വീട് കണ്ടിട്ട് കളഞ്ഞിട്ട് പോകത്തില്ലേ? അങ്ങനെ കളഞ്ഞിട്ട് വേണം ഒരു പോട്ട്. പിന്നെ തന്നെ മോള് തന്നെ മടിയോട് മടി, മഹാ മടിച്ചു കേട്ടോ. പിന്നെ മച്ചമ്പിപ്പാടുണ്ട്. മച്ചമ്പിപ്പാടോ? അങ്ങ് ഡൽഹിയിലല്ലേ? ഞാനൊന്ന് തിരക്കെന്ന് പറഞ്ഞുതരും. ഞാൻ വിളിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞുതരും. കാര്യം എടുക്കണില്ലാന്ന് വിളിച്ചെടുത്താലേ തിരക്കിന്ന് പറയാൻ പറ്റൂ. എനിക്ക് മെസ്സേജ് അയക്ക്, മറ്റേ വാട്സപ്പിലേക്ക്. ഡൽഹിയിൽ പാവ് ബജി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സൂപ്പർ ടേസ്റ്റാ. അതൊരു 10 എണ്ണം കൊണ്ടുവരാൻ പറ. പൊന്നെ അങ്ങൾ ഇവിടെ ഈ അപ്പൂപ്പന്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് വിളിക്കാനല്ല, എടുത്തിട്ട് വിളിച്ചിട്ട് എടുക്കാനല്ല. കൊണ്ടുവരുന്നത് 2 എണ്ണം അപ്പൂപ്പനും കൊടുത്താ പോരെ? റൊണാൾഡേ, അത് മതി, അതിന് ഞാൻ ചെയ്തോളാം. പിന്നെ ഒന്ന് കടയിൽ പോയിട്ട് വരുമോ? ചില സാധനം മേടിക്കാനുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കാത്ത പാടല്ലേ ഉള്ളൂ. അരി പഞ്ചസാര ശർക്കര പാല് ഇതിലെനിക്ക് വേണ്ട ഐറ്റമല്ലല്ലോ. എന്ത് അരിയുണ്ടോ? അതൊരു പാക്കറ്റ് മേടിച്ചോ? ഓ താങ്ക് യു. പൈസ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞേക്ക്. ആണോ? പറ്റൂക്കിൽ എഴുതിക്കോളാൻ പറഞ്ഞു. ഓ ശരി ശരി, പറ്റൂക്കിൽ എഴുതാൻ. നിനക്കൊന്നും വേണ്ടല്ലോ? വേണ്ടോന്ന്. മുട്ട വേണ്ട? മുട്ട എഴുതിയിട്ടില്ല. മുട്ട ഉണ്ട്, 4 എണ്ണം ഉണ്ട്, അത് മതി. കടയിൽ പോയിട്ട് നല്ല കാര്യം. ഡാഡി വിളിക്കുമ്പോ പാവ് ബജിയും കൂടെ വേണോന്ന് പറയാം. പാവല്ലേ വല്ല പറയും. ഞാൻ എന്ത്